കണ്ടക്ട് ഡിസോർഡർ ഇതൊരു ചൈൽഡ്ഹുഡ് ഡിസോർഡറാണ്. കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ് കണ്ടക്ട് ഡിസോർഡർ. കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികളുടെ സിംറ്റംസ് ഇവയൊക്കെയാണ്. അഗ്രസീവ് കണ്ടക്ട് ബിഹേവിയർ, മറ്റുള്ളവരെ കളിയാക്കുക, ഫിസിക്കലി ഉപദ്രവിക്കുക, മൃഗങ്ങളെയും മനുഷ്യരെയും ഉപദ്രവിക്കുക, വെപ്പൺസ് യൂസ് ചെയ്തിട്ട് ഇഞ്ചുറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഫിസിക്കൽ ഫൈറ്റ്സിന് ഇനീഷ്യേറ്റീവ് എടുക്കുക. അടുത്തതായി കാണപ്പെടുന്ന സിംറ്റമാണ് ഡിസീറ്റ്ഫുൾ കണ്ടക്ട് ബിഹേവിയർ. കളവ് പറയുക, നോംസ് ആൻഡ് റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ സാധനം കട്ടെടുക്കുക, അതേപോലെ കള്ളത്തരങ്ങൾ ചെയ്യുക. അടുത്തതായി കാണപ്പെടുന്നതാണ് ഡിസ്ട്രക്റ്റീവ് കണ്ടക്ട് ബിഹേവിയർ. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഡാമേജ് ചെയ്യുക, ഫയർ സെറ്റിങ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. വയലേഷൻ ഓഫ് റൂൾസ്. അടുത്തതായി കാണപ്പെടുന്ന സിംറ്റംസ് ആണ് സ്കിപ്പിംഗ് സ്കൂൾ, ക്ലാസ്സിൽ കയറാതിരിക്കുക, എലോപ്പിംഗ് ഹോം, വീട് വിട്ടു പോവുക, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസിങ്, അതേപോലെ തന്നെ യങ് ഏജിൽ തന്നെ സെക്ഷൽ ബിഹേവിയർ ഒക്കെ കാണിക്കുക. കണ്ടക്ട് ഡിസോർഡറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളിലാണ് കണ്ടക്ട് ഡിസോർഡർ കൂടുതലായി കണ്ടുവന്നിട്ടുള്ളത്. അർബൻ എൻവയോൺമെൻറ്റിൽ താമസിക്കുന്ന കുട്ടികളിൽ, അതേപോലെ തന്നെ പോവർട്ടി, ഫാമിലി ഹിസ്റ്ററി ഓഫ് കണ്ടക്ട് ഡിസോർഡർ, ഫാമിലി ഹിസ്റ്ററി ഓഫ് മെൻ്റൽ ഇൽനസ്, എന്തെങ്കിലും സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളിൽ, അതുപോലെ തന്നെ പാരൻസിൻ്റെ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അഡിക്ഷൻ, ഡിസ്ഫങ്ഷണൽ ഹോം അതായത് സെപ്പറേറ്റഡ് പാരൻസ്, ഹിസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് ട്രോമാറ്റിക് ഇവൻറ്റ്സ്, എന്തെങ്കിലും ട്രോമാസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർ, അതേപോലെ തന്നെ നെഗ്ലക്റ്റഡും അബ്യൂസൊക്കെ സംഭവിച്ച കുട്ടികൾ. 3 രീതിയിലാണ് കണ്ടക്ട് ഡിസോർഡറുകൾ ഉള്ളത്. ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ടൈപ്പ്, അതിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കാണുന്ന കണ്ടക്ട് ഡിസോർഡർ. രണ്ടാമത്തേതാണ് അഡോളസെൻ്റ് ഓൺസെറ്റ് ടൈപ്പ്, ടീനേജ് പ്രായത്തിൽ ഉണ്ടാകുന്ന കണ്ടക്ട് ഡിസോർഡർ. മൂന്നാമത്തേതാണ് അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് ടൈപ്പ്. ഏതൊരു ഏജിലും കണ്ടക്ട് ഡിസോർഡറിന് സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ അൺനോൺ അതേപോലെ തന്നെ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് ടൈപ്പ് എന്ന് പറയപ്പെടും. ജനറ്റിക് ഫാക്ടേഴ്സും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഈ കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ വരാൻ കാരണമാകുന്നുണ്ട്.